എൻ്റെ പേര് ആര്യ ആദർശ് എന്നാണ്. ഞാൻ അറബി കോളേജ് മ്യൂസിക് സ്റ്റുഡൻ്റ് ആണ്. പുതിയതായിട്ടൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. ശ്രീ വെൺമണി 2025 എന്നാണ് ചാനലിൻ്റെ പേര്. അപ്പോൾ അതിലിപ്പോൾ 2 ഷോർട്ട് ഫിലിം ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൂടാതെ നിനയാതെ എന്നും പറഞ്ഞൊരു ആൽബം അതിനകത്ത് പുതിയതായിട്ട് റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാക്സിമം എല്ലാവരും അത് ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. എനിക്ക് ഈ ഷോർട്ട് ഫിലിമും ആൽബവും ഒക്കെ ചെയ്യുവാൻ എനിക്ക് സപ്പോർട്ടായി നിന്നത് എൻ്റെ ഭർത്താവിൻ്റെ അമ്മയുമാണ്. അവരുടെ സപ്പോർട്ടില്ലാതെ എനിക്കിതൊന്നും ചെയ്യാൻ പറ്റുമായിരുന്നില്ല. പിന്നെ മനുസാറും മധുസാറും എനിക്ക് എല്ലാവിധ പ്രേരണയും നൽകിയിരുന്നു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് മനുശങ്കർ ശ്രീമൂലകരം. ഞാനിപ്പോൾ ഇതുമായിട്ട് വരാനൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിനയാതെ എന്ന് പറഞ്ഞൊരു ആൽബം കൊല്ല അഭിജിത്ത് പാടി ശ്രീ വെൺമണി 2025 യൂട്യൂബ് ചാനൽ റിലീസായിട്ടുണ്ട്. അത്യാവശ്യം വൈറലായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതെല്ലാവരും ഒന്ന് കാണണം. പിന്നെ അതിൽ തന്നെ ആ അക്കൗണ്ടിൽ തന്നെ 2 ഷോർട്ട് ഫിലിമുകൾ, ഒന്ന് മാലിന്യം പൊതുനിരത്തിൽ എറിയുന്നതിന് എതിരെയുള്ള ഒരു മെസ്സേജും, പിന്നെ ഇന്നത്തെ പുതിയ തലമുറ വഴിവിട്ട് പോകുന്ന ആ മയക്കുമരുന്ന് ലോബികളുടെ കയ്യിൽ ചെന്ന് പെടുന്ന സാഹചര്യങ്ങളെ അനുസ്പദമാക്കിയിട്ട് മെസ്സേജായിട്ട് 2 ഷോർട്ട് ഫിലിമും ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തെ ഇപ്പോൾ ആര്യ 2 എന്നും പറഞ്ഞുകൊണ്ട് കുട്ടികളുള്ള അച്ഛനമ്മമാർ കാണാൻ വേണ്ടി മാത്രം ഒരു ഷോർട്ട് ഫിലിം ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും കാണണം. അതിൽ കയറി നിങ്ങൾ കാണണം. കണ്ടിട്ട് ലൈക്ക്, കമൻറ്റ്, ഷെയർ ചെയ്ത് ഞങ്ങളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നിനയാതെ പെയ്തൊരി ഓർമ്മതൻ മഴയിൽ കൂടയില്ലാത്തവൻ ഞാൻ, നനയാതെ ഓടിക്കയറുവാനോ മലി പണ്ടു നാം നിന്നൊരാമരമില്ല, നനയുകയല്ലാതെ മാർഗമില്ല, കൂടെ നനയുവാൻ നീയുമില്ല. നിനയാതെ പെയ്തൊരി ഓർമ്മ തൻ മഴയിൽ കൂടയില്ലാത്തവൻ ഞാൻ. ഓണത്തിന് റിലീസ് ആവാനിരിക്കുന്ന വേലി എന്ന് പറഞ്ഞ സിനിമയിൽ ഞാൻ മ്യൂസിക് ഡയറക്ടറാണ്. 2 പാട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ നല്ലൊരു വേഷവും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും ഓണമായിട്ട് റിലീസിങ് ഉണ്ടാവും. അത് വരുമ്പോഴും നിങ്ങളെല്ലാവരും കയറി കാണണം. നിങ്ങളാണ് ഞങ്ങളുടെ ഒരു വിജയം. പിന്നെ എനിക്ക് പറയാനുള്ളത്, എന്നെ ഈ മേഖലയിൽ ഒത്തിരി സഹായിക്കുന്ന എൻ്റെ കോളേജിൽ പഠിച്ച കൂട്ടുകാരന്മാർ, പിന്നെ ഈ കൈപ്ര, ഈ ശ്രീമൂലകരത്തുള്ള എൻ്റെ ഫ്രണ്ട്സ്, ഇവരൊക്കെയാണ് എനിക്ക് പ്രചോദനം. അപ്പോൾ അവരുടെയൊക്കെ ആ ഒരു സപ്പോർട്ടും ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഞാനിന്ന് ഒരുപാട് പരാധീനതകളിൽ നിന്നും ഇന്നിപ്പോൾ ഇത്രയോടെ എനിക്ക് എത്താൻ പറ്റി. അപ്പം ഇനി ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കയറി കാണുക. ഇനിയും ധാരാളം മെസ്സേജുകളായിട്ടും സ്റ്റോറികളായിട്ടും ഞങ്ങളുടെ കയ്യിൽ നിന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. അപ്പോൾ നിങ്ങളത് കണ്ട് ഞങ്ങൾക്ക് വേണ്ട പ്രോത്സാഹനം തന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. അപ്പോൾ അതുപോലെ തന്നെ ഞാനൊരു 60, 65, 70 സീൻ വരുന്നൊരു നല്ലൊരു കോമഡി സ്ക്രിപ്റ്റ് ഞാൻ ചെയ്ത് അതിനകത്ത് 5 പാട്ടും കമ്പോസ് ചെയ്ത് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ സിനിമയും ഞങ്ങൾക്കൊരു മോഹമാണ്, അതുപോലെ എനിക്കും ഒരു മോഹമാണ്. അപ്പോൾ ഈ പറഞ്ഞ അതിനൊരു പ്രൊഡ്യൂസറെ ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു പ്രൊഡ്യൂസർ കിട്ടിക്കഴിഞ്ഞാൽ അത് ചെയ്യാമെന്നുള്ളൊരു ആഗ്രഹവും എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു ഉപകാരമായിരിക്കും. നല്ലൊരു സ്ക്രിപ്റ്റായിട്ട് ഫുൾ കോമഡി. അപ്പോൾ അതും കൂടെ എൻ്റെ ഒരു മനസ്സിലൊരു ആഗ്രഹമാണെന്ന് ഞാൻ നിങ്ങളുടെയൊക്കെ തുറന്ന് പറയാണ്. പിന്നെ നമ്മുടെ മഴവിൽ മനോരമ എന്ന ചാനലിലെ സൂപ്പർ കൺമണി സീരിയലിൽ ഒരു മജീദ്ക്കയുടെ വേഷത്തിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതും ഒന്ന് കയറി കാണണം. നേർത്ത നിലാവിൻ ചാരുതയിൽ നീയൻ ചാരയിരുന്നതും ഓർമ്മയില്ലേ, നേർത്ത നിലാവിൻ ചാരുതയിൽ നീയൻ ചാരയിരുന്നതും ഓർമ്മയില്ലേ, നിൻ വിരൽ കവർന്നു ഞാൻ അന്നു പാടിയ രാഗം, നിൻ വിരൽ കവർന്നു ഞാൻ അന്നു പാടിയ രാഗം, വിരഹത്തിൻ്റെ
വാക്കിൽ അന്നേ വേദന കലർന്നിരുന്നു. നിനയാതെ പെയ്തൊരീ ഓർമ്മ തൻ മഴയിൽ കുടയില്ലാത്തവൻ ഞാൻ.